ഹലോ, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ചാനലിൽ ഇങ്ങനെ ഓൺ വോയിസിലൊക്കെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ ഇടുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓൾറെഡി എല്ലാവർക്കും അറിയാം, കാരണം ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് അത്യാവശ്യം വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൽ ഓടുന്നുണ്ട്. പിന്നെ ഞാനും കൂടെ വെറുതെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു എക്സ്ട്രാ എന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത കുട്ടിക്കുള്ളതും കൂടെ ഞാൻ ബാഗിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെയൊക്കെ ഒന്ന് കാണാം, കാരണം എൻ്റെ സെക്കൻഡ് ഡെലിവറിയാണ്. സോ മൂത്ത ആൾക്കുള്ളതും കൂടെ ഞാൻ എൻ്റെ പെട്ടിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ എന്തൊക്കെയെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ മോള്, ഇതാണ് എൻ്റെ പെട്ടി. അപ്പോൾ നമുക്ക് ബാഗ് തുറന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എപ്പോൾ വേണോ ആവശ്യമില്ല, അതുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ്. ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എടുത്ത് വെച്ചെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് വാവേ അമ്മ ഓരോന്നായിട്ട് കാണിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊരു ഫുൾ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയും അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു അലക്കിയ ഫുൾ വെള്ള മുണ്ട് അതുമാണ്. കാരണം ഇവിടെ നിങ്ങൾ പെയിൻ വന്നു പോകുമോ അതോ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പെയിൻ വരുമോ ഒന്നും അറിയത്തില്ല. സോ എങ്ങാനും പെയിൻ വന്ന് പോവുകയാണെങ്കിൽ വീട്ടുകാർക്ക് ഇത് എടുത്ത് ലേബർ റൂമിൽ ആദ്യം അവർ ഇത് ചോദിക്കും ഡെലിവറി കഴിയുമ്പോൾ. സോ എടുത്ത് കൊടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇതാദ്യം വെച്ചത്. അപ്പോൾ ഇതാണ് ആദ്യം. പിന്നെ ബേബിക്കുള്ള ഡയപ്പർ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പാമ്പേഴ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു കുഞ്ഞു പാക്കേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ, കാരണം ഞാൻ ഇമൂന് ഞാൻ ഇതല്ല യൂസ് ചെയ്തത്, വേറെയാണ്. സോ ഇപ്പോൾ ഞാൻ പാമ്പേഴ്സ് അത്യാവശ്യം റിവ്യൂ ഉള്ളതുകൊണ്ട് ഇതാണ് എടുത്തത്. നമുക്ക് നോക്കാം, ആൾക്ക് യൂസ് ചെയ്തിട്ട് ഡയപ്പർ റാഷസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സോ ഞാൻ ചെറിയ പാക്കേ എടുത്തിട്ടുള്ളൂ. പിന്നെ എടുത്തിട്ടുള്ളത് ബേബി വാട്ടർ വൈപ്സ് ആണ്. വേറെ ഉള്ള വൈപ്സിനേക്കാളും കുഞ്ഞു പിള്ളേർക്ക് ഏറ്റവും നല്ലത് ഇതാണ്, വാട്ടർ വൈപ്സ് ആണ്. ഞാൻ ഇമൂന് 1 വയസ്സ് വരെയും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈനിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കടകളിൽ മേടിക്കാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് എപ്പോഴും ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിലുള്ളത് ബേബിയുടെ ക്ലോത്ത്സ് എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചാക്കി വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്ത് കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. ഞാൻ പുറത്ത് എടുത്ത് കാണിക്കുന്നില്ല. ഇതിനകത്ത് ഫേസ് ടവലുണ്ട്, ബാത്ത് ടവലുണ്ട്, പിന്നെ ബേബിയുടെ ഹോം കമ്മിങ് ഔട്ട്ഫിറ്റ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് ജബ്ലാസ്, അത് കോട്ടൻ്റെ ഉണ്ട്, അല്ലാത്തതും എടുത്തിട്ടുണ്ട്. പിന്നെ വേറെന്താ, നമ്മുടെ സ്വാഡിൽ റാപ്പ് ചെയ്യുന്ന പോലത്തെ ക്ലോത്ത് ഇല്ലേ, അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം ബേബിക്ക് അത്യാവശ്യമുള്ള ഒട്ടുമിക്ക സാധനം ഇതിന് ഈ ഒരു പാക്കിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അഥവാ വല്ല എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ആളെ വീട്ടിൽ എടുപ്പിക്കാമല്ലോ. സോ ഞാൻ ഒരുപാട് ഡ്രസ്സ് അങ്ങനെ എടുത്തിട്ടില്ല. ഒരു 2-3 പെയർ ഡ്രസ്സേ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ റോംബേഴ്സ് ഒരു 3 എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാം. സോ അതാണ് ഇത്രയും. അതാണ് പിന്നെ ഇത് ഒരു ബ്ലാങ്കറ്റ് ടൈപ്പ് നല്ല സോഫ്റ്റ് തുണിയിലുള്ള ഒരു പാൻറ്റും അതിൻ്റെ ഉടുപ്പുമായിട്ട് വരുന്നതാണ്. ഇത് ഇങ്ങനെ 2 പാൻറ്റ് വരും. ഇത് ഒരെണ്ണം ഇങ്ങനെ നമ്മുടെ റോംബർ ടൈപ്പ്, ഇങ്ങനെ കാല് ക്ലോസ് ചെയ്തുള്ളതും അല്ലാത്തതും. അപ്പം ഞാനിപ്പോൾ ഈ കാല് മൂടി വരുന്ന രീതിക്കുള്ള പാൻറ്റും അതിൻ്റെ ഉടുപ്പുമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക്. എങ്ങാനും നമുക്ക് ആവശ്യം വന്നാൽ ഇട്ട് കൊടുക്കാമല്ലോ. സോ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത് സ്വാഡിൽസ് ആണ്. ക്യാപ്പ് വരുന്നത് റിസീവിങ് ബ്ലാങ്കറ്റ്സ് പോലത്തെ. അത് ഒരു 2 എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. 1 മിനിറ്റ്, ഈ ആളെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. അതൊരു 2 എടുത്തിട്ടുണ്ട് ഞാൻ.
രണ്ടെണ്ണം മതിയാവും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അതിന് ഓവറായിട്ടൊന്നും പാക്ക് ചെയ്തെടുത്തിട്ടില്ല, എല്ലാം മിനിമലായിട്ട് എടുത്തിട്ടുള്ളൂ. എന്നാൽ ബേബിക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ടുമുണ്ട്. സോ ഇതൊരു 2 പിന്നെ ഇത് ക്യാപ്പ്, മിറ്റൻസ്, സോക്സ്, അതൊരു 2 പെയർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വാഷ് ചെയ്തതാണ്, ഞാൻ തിരിച്ച് കവറിൽ തന്നെ ആക്കി വെച്ചതാണ്. എല്ലാം വാഷ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പുറത്തെടുത്ത് കാണിക്കാത്തത്. അതെ, അപ്പോൾ ബേബിക്കുള്ളത് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബേബിക്ക് ഞാൻ എക്സ്ട്രാ എടുക്കുന്നത് ഇത് നമ്മുടെ ബേബി കാരിയർ ഇല്ലേ, ബേബി കാരിയർ എന്ന് പറയാം. അങ്ങനെ ഇതാണ് ബേബിക്ക് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പുതിയതല്ല, എൻ്റെ ഫസ്റ്റ് ബേബിയുടേതാണ്, ഇമ്മൂൻ്റെ സമയത്തുള്ളതാണ്. സോ അപ്പോഴെടുത്തിട്ട് നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത് കവറിലാക്കി വെച്ചതാണ്. ഇപ്പോഴും ഒന്നുകൂടെ എടുത്ത് ക്ലീൻ ചെയ്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതും കൂടെ, കാരണം ഇതാകുമ്പോൾ നമുക്ക് ബേബിയെ എടുക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കുഞ്ഞുങ്ങളെ എടുക്കാൻ അറിയാത്തവർക്കായാലും ഒക്കെ നല്ല കംഫർട്ടബിളായിട്ട് എടുക്കാം. അവരും ഭയങ്കര കംഫർട്ടബിളായിരിക്കും. എൻ്റെ ഇമു ഇതിലായിരുന്നു ഫുൾ ടൈം, ഉറക്കമൊക്കെ ഇതിലായിരുന്നു. ആൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സോ ബേബി നല്ല കംഫർട്ടബിളായിട്ടിരിക്കും. അപ്പോൾ ഇതും കൂടെ എടുക്കുന്നുണ്ട്. സോ ബേബിക്കുള്ള ഐറ്റംസ് ഏതാണ്ട് എല്ലാം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഈ ഒരു ഞാൻ കാണിച്ച കവറിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. സോ വേറെ പിന്നെ ഞാൻ എക്സ്ട്രാ ബേബിക്ക് ഈ ബേബി സോപ്പ്, പൗഡർ, ക്രീം അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. കാരണം എന്തായാലും ഡോക്ടർ വന്ന് ബേബിയെ നോക്കുന്ന ഡോക്ടർ വരുമല്ലോ. സോ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വെച്ചാൽ, കാരണം ഞാൻ ഫസ്റ്റ് ഇമൂലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ സോപ്പ് ഐറ്റംസ് അങ്ങനെ ഒന്നും ക്രീമോ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഡോക്ടർ അടുത്ത് ചോദിച്ചിട്ടാണ് ഡോക്ടർ തന്ന കാര്യങ്ങളാണ് ഞാൻ അവർക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഇവിടെയും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനത്തെ എക്സ്ട്രാ ഐറ്റംസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് തന്നെ മേടിക്കാമല്ലോ. സോ ബേബിക്കുള്ള സാധനങ്ങൾ ഇത്രയാണ്. ഇനി എനിക്കുള്ളത് കാണിച്ചു തരാം. ഇതൊന്ന് അടുക്കിക്കോട്ടെ. ഓക്കെ, ഇനി അടുത്ത എൻ്റെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചല്ലോ ലേബർ റൂമിലേക്ക് കൊടുക്കാനുള്ളത്. അത് ഫസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതെൻ്റെതാണ്. പിന്നെ മെറ്റേണിറ്റി പാഡ് അങ്ങനെയുള്ള ഐറ്റംസ് അതെല്ലാം കൂടെ ഞാൻ ഇങ്ങനൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ബെല്ലയുടെ കമ്പനിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ന്യൂ മോമിൻ്റെതും എടുത്തിട്ടുണ്ട്. പേരുകളൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല. ഇതൊരു ഡിസ്പോസിബിൾ പാഡ് ഫിക്സേറ്ററാണ്. അത് ഞാൻ ഫസ്റ്റ് ഇതിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് നമുക്ക്. പിന്നെ മെറ്റേണിറ്റി പാഡ്സ് അത് ഒരു 2 പാക്കറ്റ് അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരെണ്ണം ഒരു XXLൻ്റെ പാഡും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ പാഡ് ഐറ്റംസ് ഇത്രയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇനി എക്സ്ട്രാ ആവശ്യം വരെ നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ ഞാൻ വീട്ടിലും ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടവൽസാണ്. ബാത്ത് ടവലുണ്ട്. അങ്ങനെ ഒരു 3 ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്കുള്ളതാണേ. പിന്നെന്താ, ഇതെല്ലാം ടോയ്ലറ്ററീസാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സോപ്പുണ്ട്, ബ്രഷ്, പേസ്റ്റ്, ഒരു ചെറിയ ബോട്ടിൽ എണ്ണ വെച്ചിട്ടുണ്ട്, ഫേസ് വാഷ്, ഡെറ്റോള്, അങ്ങനെ. അപ്പോൾ ബ്രഷ് ഇതിൽ എൻ്റെതും മോളുടേതും അമ്മയ്ക്കുള്ളതും എല്ലാം ഉണ്ട്. ഇതിൽ ഞങ്ങളുടെ 3 പേരുടെയും ടോയ്ലറ്ററീസാണ് ഉള്ളത്. സോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്താണ്. ഇതൊരു പാക്കാണ്. പിന്നെ ഇത് എക്സ്ട്രാ അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു ചപ്പൽ ഹോസ്പിറ്റലിൽ നമുക്ക് റൂമിൽ ഇടാൻ കണക്കിന്. അപ്പോൾ അതും ഞാൻ സെപ്പറേറ്റ് പുതിയതാണ്, അത് വേറെ ഇട്ട് യൂസ് ചെയ്തതല്ല, പുതിയതാണ്. അതും ഞാൻ ഒരു കവറിലാക്കി തന്നെ വെച്ചിട്ടുണ്ട്. വേറെന്താ, പിന്നെ ടിഷ്യൂ അതെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ കവറിൽ എൻ്റെ ഹോം കമ്മിങ് ഔട്ട്ഫിറ്റാണ്. അതൊരു ടോപ്പും പാൻറ്റും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ
ഇത് ഹോസ്പിറ്റലിലത്തേക്ക് വേണ്ടിയുള്ള ഒരു ഫീഡിങ് നൈറ്റിയും ഒരു ഫീഡിങ് ഫ്രോക്കുമാണിത്. അപ്പോൾ അതൊരു 2-3 അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും ഇല്ലെന്നല്ല, എന്നാലും ഞാൻ വീട്ടിലൊരു 2 മേടിച്ച് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എങ്ങാനും നമുക്ക് ആവശ്യം വന്നാൽ ഞാൻ 2 അതെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സാധനങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എക്സ്ട്രാ വരാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെ വയ്ക്കാനുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ വെച്ചിട്ടില്ല, ലാസ്റ്റ് മിനിറ്റ് വയ്ക്കാമെന്നുള്ള പ്ലാനിലാണ്. ഒന്ന് ഒരുങ്ങിയൊക്കെ പോകണം, തിരിച്ചൊരുങ്ങിയൊക്കെ തന്നെ വരണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഫസ്റ്റിൽ ഇതൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി എനിക്ക് എക്സ്ട്രാ ബാഗ് ഒരെണ്ണം എൻ്റെ ബാക്ക് പാക്ക് ഉണ്ട്. അതിൽ ഇനി വെക്കേണ്ട സാധനങ്ങൾ എൻ്റെ ഹോസ്പിറ്റൽ ഫയൽസ്, അത് ഹോസ്പിറ്റൽ ഫയൽ ഡോക്യുമെൻറ്റ്സ് അത് വയ്ക്കും. പിന്നെ ഒരു പേന, നമ്മുടെ ID കാർഡ്, ആധാർ കാർഡ്, അങ്ങനെ എന്തെങ്കിലും അത് വേണം. വേറെന്താ, ചാർജർ, ഫോണ്, പവർ ബാങ്ക്, അങ്ങനെയുള്ള എക്സ്ട്രാ കുട്ടി ഐറ്റംസൊക്കെ കാണുമല്ലോ, അതും കൂടെ എല്ലാം വെക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് ബാക്ക് പാക്കിലാണ്. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. സോ പിന്നെ ഇനി ഇതിൽ കാണിക്കാനുള്ളത് ഇത് ഇത്രയും എൻ്റെ മൂത്ത ആൾക്കുള്ള അവളുടെ ഡ്രസ്സ്, ടവല്, അങ്ങനെ അവളുടെ സാധനങ്ങൾ ഫുൾ ഈ ഒരു കവറിലാണ്. കാരണം എന്തായാലും മോളെ കൂടെ നിർത്തേണ്ടി വരും ഹോസ്പിറ്റലിൽ. സോ അവൾക്കുള്ള സാധനങ്ങളും കൂടി ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അവളുടെ ബ്രഷും സോപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ നേരത്തെ കാണിച്ച ആ കവറിലുണ്ട്. ഇത് അവളുടെ ഡ്രസ്സ്, ടവൽസ്, അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ അവൾക്കും ഞാൻ ഡയപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അവളങ്ങനെ പകൽ ടൈമിലൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല, രാത്രി നമുക്ക് ആവശ്യം വരുമല്ലോ. സോ അതിനുള്ള അവർക്കും ഒരു കവർ ഡയപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഫോൺ ഇത് എടുത്ത് വെച്ചിട്ട് ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ചാണ് ഇതെല്ലാം കാണിച്ചത്. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കിനി പാക്ക് ചെയ്യാനുള്ളത് എൻ്റെ എക്സ്ട്രാ കുറച്ച് ചീപ്പ് ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ബണ്ണ്, ക്ലിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളും കൂടെ ഒന്ന് ഇതിൽ വയ്ക്കാനുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ വളരെ ഒരു മിനിമൽ പാക്കിംഗ് ആണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓവറായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു മിനിമൽ പാക്കിംഗ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇനി അമ്മയുടെ ബാഗ് അത് അമ്മ പാക്ക് ചെയ്യും സെപ്പറേറ്റ്, അമ്മയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇനി വേറൊരു എക്സ്ട്രാ ബാഗ് വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ കെറ്റില്, ഫ്ലാസ്ക്, പ്ലേറ്റ്, സ്പൂണ്, അങ്ങനെ അതൊരു ബാഗ് വരും. ഇപ്പം ഞാൻ അത്യാവശ്യം എൻ്റെയും എൻ്റെ 2 ബേബീസിൻ്റെ സാധനങ്ങൾ മാത്രമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബേബി ബെഡ് ഉണ്ടല്ലോ, നമ്മുടെ നെറ്റ് വരുന്ന ബെഡ്, അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല, അത് വീട്ടിൽ തന്നെ വെച്ചേക്കാണ്. വീട്ടിൽ വന്നിട്ട് മതിയാവുമല്ലോ. ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ഈ ക്യാരി ബാഗ് ഇത് തന്നെ മതിയാവും. കങ്കാരു ബാഗ്, കങ്കാരു ബാഗ്, അതെ അങ്ങനെ ഞാൻ പറയാം. സോ ഇത് തന്നെ കങ്കാരു റാപ്പ്, ഓക്കെ. അപ്പോൾ ഇത് തന്നെ ഹോസ്പിറ്റലിലേക്ക് ധാരാളമാണ്, നമുക്ക് മറ്റേ ബെഡിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ മൂത്ത ആളും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കരുതുന്നതും നന്നായിരിക്കും, കാരണം അവരെ ഒന്ന് പിടിച്ച് നിർത്തണമല്ലോ. സോ അങ്ങനെ കുറച്ച് സ്നാക്സ്, പിന്നെ അവരെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് 1-2 ടോയ്സോ എന്തെങ്കിലും കൂടെയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ. കളർ ബുക്ക്, പെൻസില്, അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെയൊക്കെ എടുത്ത് വെക്കും, കാരണം അവർക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ. സോ ഇതൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലുള്ളത്. ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇത്രയൊക്കെ ഉള്ളതാണ്, കാരണം ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. സോ ബാഗ് പാക്ക് ചെയ്തു. ഇനി ഡെലിവറി എന്നാന്ന് കാത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ മുന്നോട്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാൻ മാക്സിമം ശ്രമിക്കാം. ഡെലിവറി വ്ളോഗൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. സോ എൻ്റെ ചാനൽ ഞാൻ ഒന്നുകൂടെ പറയാനേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ആദ്യത്തെ ഒരു ഓൺ വോയിസ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ്. സോ തെറ്റുകുറ്റങ്ങളും ലാഗും ഒക്കെ കാണും. ഞാൻ മാക്സിമം വലിച്ചു നീട്ടാതെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ലാഗായി പോയിട്ടുണ്ടെങ്കിലും ക്ഷമിക്കുക.
സോ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.